തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. അറിയാം, അഭിയേട്ടന്റെ മനസ്സില് അവളോടുള്ള ഇഷ്ട കൂടുതല്, അത്രേ ഉള്ളൂ. അല്ലെങ്കിലും ഭാഗ്യം കെട്ട ജന്മം എന്റേത്. പോലീസുകാരിയാവാൻ ആഗ്രഹിച്ചത് ഞാൻ. അന്നത്തെ അപകടത്തില് പരിക്ക് പറ്റിയതുകൊണ്ട് മാത്രം ട്രെയിനിങ്ങിന് പോവാൻ പറ്റിയില്ല. ഇപ്പോ ആതിര SI ആയി. അത് ഭാഗ്യക്കേടാണെന്ന് കരുതി സമാധാനിച്ചിരിക്കുമ്പോഴാ ഇപ്പൊ അഭിയേട്ടന്റെ ഈ പെരുമാറ്റം. ഇത് ഭാഗ്യക്കേടല്ല, മനഃപൂർവ്വം എന്നെ ഒഴിവാക്കുക. അങ്ങനൊന്നും പറയല്ലേ മോളെ. ഇത്രയും കാലത്തിനിടയ്ക്ക് അഭി നിങ്ങളോട് അങ്ങനെ വ്യത്യാസം കാണിച്ചിട്ടുണ്ടോ? അഭി അങ്ങനെ ചെയ്യില്ല. ചെയ്തല്ലോ. അല്ലെങ്കിലും എന്റെ വിധി ഇതാ, ആഗ്രഹങ്ങളൊന്നും സാധിക്കാതെ ഇങ്ങനെ ജീവിക്കാന്നുള്ളത്. അമൃതേച്ചി അഭിയേട്ടന്റെ പക്ഷത്തെ നിൽക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെയാണല്ലോ വേണ്ടത്. എന്താ നീ പറയുന്നേ? അമൃതേച്ചിയെ നീ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലല്ലേ? പറയുമ്പോ ചേച്ചിയായിരിക്കും, പക്ഷെ അമ്മയായിട്ടല്ലേ ഞാൻ നിങ്ങളെ വളർത്തിയത്. ഏതെങ്കിലും ഒരു അമ്മ മക്കളോട് പക്ഷഭേദം കാണിക്കോ? സങ്കടപ്പെടണ്ട മോളെ, നിനക്ക് അമൃതേച്ചി ഇല്ലേ? അപ്പോ ആതിര സ്റ്റാറായി. ഇനി SP മാഡത്തിന്റെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റേഷനിൽ തന്നെ പോസ്റ്റിംഗ് കിട്ടുമല്ലേ? കിട്ടേണ്ടതാണ്, മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ. ആൻമരിയ മാഡത്തിന് ഡിപ്പാർട്ട്മെന്റിൽ നല്ല പിടിയാ. അതുകൊണ്ട് അവരുടെ റെക്കമെൻഡേഷൻ മുകളിലുള്ളവര് തള്ളിക്കളയാൻ സാധ്യതയില്ല. ചുരുക്കി പറഞ്ഞ 1 മാസത്തിനുള്ളിൽ ആതിര ഇവിടുത്തെ സ്റ്റേഷനിലെ SI ആയിട്ട് വരും. എന്റെ ഈശ്വരാ, അത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് ഞെളിഞ്ഞു നടക്കാൻ. കോളേജിലെ എന്റെ പുറകെ നടക്കുന്ന 3-4 പൂവാലന്മാരുണ്ട്. എന്റെ വായി തോന്നിയതൊക്കെ ഞാൻ പറയും, പക്ഷേ അവന്മാർക്ക് നാണമില്ല. ആതിര വന്നിട്ട് വേണം അവളെ കൊണ്ട് അവന്മാരെ പൊക്കി സ്റ്റേഷനിൽ കൊണ്ടുപോയി നട്ടല് ചവിട്ടി പൊട്ടിക്കാൻ. കൊള്ളാലോ നിന്റെ മോഹം. എന്നിട്ട് വേണം ലോക്കപ്പ് മർദ്ദനമെന്ന് പറഞ്ഞിട്ട് കേസാവാൻ. അങ്ങനെ അവളെ ജോലിയും പോണം. എടീ, പോലീസുകാർ നാട്ടുകാരെ സംരക്ഷിക്കാനുള്ളതാ, അല്ലാതെ നിന്റെ കൊട്ടേഷൻ എടുക്കാനുള്ളതല്ല. മനസ്സിലായ? ഇതിലെനിക്ക് ഏട്ടന്റെ സഹായം വേണ്ട. എന്റെ ഏട്ടന്റെ ഭാര്യയുടെ സഹോദരിയോടൊരു കാര്യം പറയാൻ ഞാൻ മതി. ഏട്ടന്റെ ഭാര്യ? ഏട്ടന്റെ ഭാര്യ? ഞാനല്ലാതെ നിനക്ക് വേറെ ആരടി ഏട്ടൻ? ഞാനാണെങ്കിൽ കല്യാണം കഴിച്ചിട്ടുമില്ല. എന്തായാലും കല്യാണം കഴിക്കുമല്ലോ. കാര്യങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞ നിലയ്ക്ക് ഇനി കല്യാണത്തിന് എന്താ താമസം? അച്ഛൻ എന്തായാലും അവിടുന്ന് താമസം മാറ്റാൻ പോവാ, പിന്നെന്താ തടസ്സം? ഇനിയോ അത് വലിച്ചു നീട്ടി അടുത്ത പ്രശ്നം ഉണ്ടാവുന്നതിന് മുൻപ് അമൃതേച്ചി ഇങ്ങോട്ട് വിളിച്ചിട്ട് വാ ഏട്ടാ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോ, ഏട്ടൻ ദേഷ്യപ്പെടുവോ? എന്താ പറ. പഞ്ചരത്നത്തിൽ ഇന്നലെ പ്രശ്നങ്ങൾ ഉണ്ടായ നേരത്ത് അച്ഛനില്ലായിരുന്നെങ്കിൽ ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. കലാവതിയുടെ മഹേന്ദ്രന്റെ കയ്യിൽ നിന്ന് അമൃതേച്ചിയെ ആര് രക്ഷിക്കുമായിരുന്നു? അമൃതേച്ചി രക്ഷിക്കാനല്ലേ അച്ഛൻ പോലീസിൽ പിടികൊടുത്തതും കുറ്റം സമ്മതിച്ചതും. എന്തുകൊണ്ടായിരിക്കും അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക? അമൃതേച്ചി ഓർത്തെന്ന് ഏട്ടൻ പറയും. അങ്ങനെ അച്ഛൻ അമൃതേച്ചിയെ പ്രിയപ്പെട്ടവളാകാൻ എന്തായിരിക്കും കാരണം? അത് ഏട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണ് എന്നതുകൊണ്ടല്ലേ? നീ എത്ര ന്യായീകരിച്ചാലും എനിക്ക് അച്ഛനെ ഉൾക്കൊള്ളാൻ വയ്യ. നല്ല മാറ്റമുണ്ട് ഏട്ടന്. നേരത്തെ ആയിരുന്നെങ്കിൽ എനിക്ക് അയാളെ ഇഷ്ടമല്ലെന്നേ പറയുള്ളായിരുന്നു. ഇപ്പോ അച്ഛനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു തുടങ്ങി. ഏട്ടന്റെ മനസ്സില് അച്ഛനോട് ഏട്ടന് പഴയ വൈരാഗ്യമില്ല. ഇനി ഓരോന്നാലോചിച്ച് പഴയ ആ വൈരാഗ്യം തിരിച്ചു കൊണ്ടുവരാതിരുന്നാ മതി. എന്നാലും കലയാൻറ്റി വല്ലാത്ത ചതിയാ ചെയ്തത്. അഖിലേക്ക് കൊടുത്തത് മുക്കുകൊണ്ടാന്ന് ഒരു വാക്ക് പറയായിരുന്നു. അങ്ങനെ ഓരോരുത്തരോടും പറഞ്ഞു നടക്കേണ്ട കാര്യമാണോ അത്? എന്നിട്ടും ദിവ്യപ്രഭയോട് ഞാനത് പറഞ്ഞിരുന്നു. ഇവള് എന്നോടത് പറഞ്ഞില്ല. അതിപ്പോ എനിക്കറിയാമോ സുമേഷ് ആ മാലയും കൊണ്ട് ബാങ്കിലേക്ക് ഓടുന്നു? കഷ്ടം തന്നെ. എന്നോടൊരു വാക്ക് പറയണ്ടേ? എന്റെ മുന്നിൽ ആളാവാൻ പോയതാ, ആൾക്കാരെടുത്ത് ചവിട്ടിക്കൂട്ടി കേസുമായി. ആ മർദ്ദനേക്കാനും ലോക്കപ്പിൽ കിടക്കാനും യോഗം ഉണ്ടായിരുന്നു. ദിവ്യപ്രഭയ്ക്ക് ഇനി വെച്ചടി കയറ്റമായിരിക്കും.
അല്ല അതെന്താ ഇപ്പൊ അങ്ങനെ പറഞ്ഞത്? അല്ല, വീട്ടിൽ ആണുങ്ങൾക്ക് ദോഷം വരുമ്പോഴേ പെണ്ണുങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാവുമെന്നാ. എന്നാര് പറഞ്ഞു? അല്ല, ഇവിടുത്തെ ഏതാണ്ടൊക്കെ അനുഭവം അങ്ങനെയൊക്കെയാ. എനിക്ക് ഓരോ തവണ അടി കിട്ടുമ്പോഴും ചേച്ചിക്ക് നല്ല കാശ് കിട്ടിക്കൊണ്ടിരിക്കും എവിടെയെങ്കിലുമൊക്കെ. എടാ ചുമ്മാ ഇരുന്ന് വിഡിത്തം പറയല്ലേ. ആന്റി, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറ. എന്തെങ്കിലും മെഡിസിൻ കലക്കി കൊടുത്ത അബോർഷൻ ആവും. പക്ഷേ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ അത് പുലിവാലാവും. അല്ലെങ്കിലും അത് റിസ്ക്. ഞങ്ങൾ കൊടുത്ത് അവള് കഴിക്കുകയില്ല. ആ കുഞ്ഞ് ജനിച്ച അവകാശം മുഴുവനും ആകാശനാവും. അമ്മയ്ക്കും അവരോടാവും കൂടുതൽ ഇഷ്ടം. മറ്റെന്തെങ്കിലും ഒരു വഴി ഞാൻ ആലോചിക്കട്ടെ. ആദ്യം നിങ്ങള് ഗർഭകാലത്ത് ചെയ്യാൻ പാടില്ലാത്ത വീട്ടുജോലികളൊക്കെ ചെയ്യിക്കേ. ചിലപ്പോ അതിലങ്ങ് തീരും. ഇല്ലെങ്കിൽ സ്വാഭാവികമെന്ന് തോന്നുന്ന തരത്തിലുള്ള വീഴ്ചയൊക്കെ ഉണ്ടാക്കാൻ ദിവ്യപ്രഭയ്ക്ക് അറിയാവുന്നതല്ലേ? ജോസഫേ, അങ്ങനെ പറയല്ലേ. ഞാൻ ചോദിച്ചത് വലിയ തുകയൊന്നുമല്ലല്ലോ. ഏറി വന്നാൽ 2 മാസം. എടോ, ഞാൻ തിരിച്ചു തരാന്നേ. ശരി, ആയിക്കോട്ടെ. ആ, പിന്നെ വിളിക്കണമെന്നൊന്നുമില്ല. പൈസയൊന്നും ഇരിപ്പില്ലാന്ന്. ചുമ്മാ പറഞ്ഞാ. കടം തന്നാ തിരിച്ചു കിട്ടുമോന്ന് പേടി കാണും. അച്ഛൻ ഇനി ആരോടും ചോദിക്കാൻ പോകണ്ട. ഹോസ്പിറ്റലിലുള്ള 4-5 പേരോട് ഞാൻ ചോദിച്ചാൽ കിട്ടുന്ന പൈസയുള്ളൂ. അത് വേണ്ട മോളെ. അവിടെയുള്ളവർക്കൊക്കെ നിന്നോട് വലിയ ഇഷ്ടവും സ്നേഹമൊക്കെയാ. കടം ചോദിച്ചു ചെന്നാ ആ വിലയങ്ങ് പോവും. നമുക്ക് വേറെന്തേലും വഴി നോക്കാം. വേറെന്താ വഴി? ഇനിയും പഞ്ചരത്നം തുറക്കാൻ താമസിച്ചാ വലിയ നഷ്ടമാവും. കുറെ കാലമൊക്കെ അടഞ്ഞു കിടക്കുമ്പോ ആളുകൾ നമ്മളെ മറക്കാൻ തുടങ്ങും. പൈസയുടെ കാര്യം ഓർത്ത് ആരും വിഷമിക്കണ്ട. ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. എങ്ങനെ? അതൊന്നും സാർ അറിയണ്ട. മറ്റന്നാൾ രാവിലെ ഹോട്ടൽ തുറന്ന് പ്രവർത്തനം തുടങ്ങാൻ ഒരുങ്ങിക്കോളൂ. സകല സാധന സാമഗ്രികളും നാളെ ഉച്ചയോടുകൂടി ഇവിടെ എത്തും. പൈസ എവിടുന്നാന്ന് പറ കൃഷ്ണേട്ടാ. അതോർത്ത് ആരും വിഷമിക്കണ്ട. കൃഷ്ണേട്ടൻ വാക്ക് പറഞ്ഞ വാക്കാ. അത് പറ്റില്ല കൃഷ്ണേട്ടാ. പൈസ എവിടുന്നാണ്, എങ്ങനെയാണ് കിട്ടിയെന്നൊക്കെ ഞങ്ങൾക്ക് അറിയണം. കൃഷ്ണേട്ടനല്ലേ മോളെ, നമുക്ക് വിശ്വസിക്കാമല്ലോ. എല്ലാവരെയും വിശ്വസിച്ചല്ലേ ഇത്രയും കാലം ജീവിച്ചത്. എന്നിട്ടുണ്ടായതൊക്കെ എന്താ? എനിക്കിപ്പോ ആരെയും വിശ്വാസമില്ല. ഇനി ഈ പൈസയുടെ പേരില് നാളെ ഒരു പ്രശ്നം ഉണ്ടായാലോ? മോളെന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ കാരണം നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവാനോ? അങ്ങനെ ചെയ്യുമോ ഞാൻ? കൃഷ്ണേട്ടൻ വേറൊന്നും വിചാരിക്കരുത്. എവിടെ നിന്ന് എങ്ങനെ കിട്ടിയ പണമാണെന്ന് അറിയാതെ ഇവിടെ ആരും വാങ്ങില്ല. വാങ്ങാൻ ഞാൻ സമ്മതിക്കുകയില്ല. പണമാണ് ശരിയാക്കിയതെന്ന് ആര് പറഞ്ഞു? പണമല്ല ശരിയാക്കിയത്. പിന്നെ അത് ഇവിടെയുള്ള കടക്കാർക്കല്ലേ നമ്മളെ വിശ്വാസമില്ലാതായിട്ടുള്ളത്. ടൗണിലെ സുപ്രിയ മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. 2 ആഴ്ചത്തേക്കുള്ള സാധനങ്ങൾ പൈസ കൊടുക്കാതെ ഇവിടെ എത്തിച്ചു തരും. 2 ആഴ്ച കഴിഞ്ഞ് തവണയായിട്ട് പൈസ കൊടുത്താൽ മതി. അതിന് ബുദ്ധിമുട്ടില്ലല്ലോ. വേറൊന്നും കൊണ്ടല്ല. ഞാൻ അവിടെ 2 കൊല്ലം പണിക്ക് നിന്നതാ. ഇപ്പോഴും ചെല്ലാൻ പറഞ്ഞു വിളിക്കും. ശേഖരൻ മുതലാളിക്ക് എന്നെ വലിയ കാര്യാ. മോളെ, പറഞ്ഞാ മതി എന്തൊക്കെയാ വേണ്ടതെന്ന്. ഞാൻ തന്നെ മേടിച്ചു വരാം. അനഘമോളെ, ഈ ഇടപാടിന്റെ കാര്യം പറഞ്ഞ് ഒരാളും ഇവിടെ വരില്ല. നിങ്ങളോടൊന്നും ചോദിക്കേയില്ല. കൃഷ്ണേട്ടനല്ലേ പറയുന്നത്. നിന്റെ എടുത്തുചാട്ടം കുറച്ച് കൂടുന്നുണ്ടാനൊക്കെ. ആപത്തിൽ സഹായിച്ചവരോടല്ല വാശിയും വൈരാഗ്യവും കാണിക്കേണ്ടത്.
ഏട്ടനെന്താ ആലോചിക്കുന്ന? ഒന്നുമില്ല. ഉണ്ട്. ഏട്ടന്റെ മുഖത്ത് പതിവില്ലാത്ത സന്തോഷം കണ്ടാൽ അറിയാം എന്തോ ഉണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ഒരു സന്തോഷമുണ്ട്. നാളെ രാവിലെ പഞ്ചരത്നം തുറക്കാൻ വേണ്ടും. വലിയ ആഘോഷാണോ? ആ, അങ്ങനെയൊന്നുമില്ല. SP ആൻമരിയ മാഡത്തിനെ വിളിച്ചിട്ടുണ്ട്. പിന്നെ മാളവിക മാഡം ഉണ്ടാവും. പിന്നെ നമ്മുടെ കുറച്ച് ആൾക്കാർ മാത്രം. കോച്ചിങ് ക്ലാസ് ഇല്ലാതിരുന്നെങ്കിൽ എനിക്കും വരായിരുന്നു. ഇടി നിനക്ക് എപ്പോ ആണെങ്കിലും അവിടെ പൊക്കൂടെ? ഒരു ആഘോഷം നടക്കുമ്പോ പോകുന്ന പോലെയാണോ മറ്റു സമയത്ത് പോകുന്നത്? ആ, സാരമില്ല. വലിയ താമസമില്ലാതെ ഒരു ആഘോഷം നടക്കുമല്ലോ. അപ്പോ ഞാനായിരിക്കും സ്റ്റാർ. അതേതാഘോഷം? അയ്യടാ, ഒന്നും അറിഞ്ഞൂടാത്ത പോലെ. എത്രയും വേഗം ഒരു തീയതി നിശ്ചയിച്ച് കല്യാണം നടത്താൻ നോക്ക്. ഇല്ലെങ്കിൽ വയസ്സായി പോവും. നീ എന്റെ പണി കൂടി. അപ്പോ നാളത്തെ ഉദ്ഘാടന ചടങ്ങിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എന്റെ ആശംസകൾ എല്ലാവരെയും, പ്രത്യേകിച്ച് അമൃതേച്ചി അറിയിച്ചേക്ക്. ആലോചിക്കാം. നമ്മുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റുമാണ് സുമേഷ്. ഇത്തവണ നമ്മൾ വിചാരിച്ചെടുത്ത കാര്യങ്ങൾ എത്തുമെന്ന് ഉറപ്പിച്ചിരുന്നത് എല്ലാം കൈവിട്ടുപോയി. ഒറ്റയടിക്ക് അമൃത എല്ലാ കളിയും ജയിച്ചു. അവൾക്കെതിരെയുള്ള കേസും ഇല്ലാതായി. ഇപ്പതാ കേസിലെ പ്രതിയെ ആതിര വിളിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാലും അവൾ ആള് കൊള്ളാലോ. ഒറ്റയ്ക്ക് ഒരുത്തനെ അടിച്ചിട്ട് അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിക്കണമെങ്കിൽ അവള് ചില്ലറക്കാരിയല്ല. അവളുടെ മഹത്വം പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ കാര്യം നടക്കില്ല. ഇനിയിപ്പോ പഞ്ചരക്തം തുറക്കുന്നതോടെ എല്ലാം അവൾക്ക് അനുകൂലമാവും. അവളുടെ ചിരി കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ. അവളുടെ ചിരിയേക്കാൾ എന്റെ പ്രശ്നം ആകാശിന്റെ ചിരിയാ. നാണക്കേട് കാരണം അവന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല. നീ ഇങ്ങനെ തുറച്ചു നോക്കിയിട്ടൊന്നും കാര്യമില്ല. കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും കുട്ടികളാവാത്ത എന്താണെന്ന് നാട്ടുകാർ മുഴുവനും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അഖില ഗർഭിണി ആയതോടെ ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും? അതാണോ വലിയ പ്രശ്നം? എടോ, എനിക്കത് തന്നെയാ പ്രശ്നം. ആകാശിന്റെ കല്യാണം കഴിഞ്ഞ് 1.5 മാസേ ആയുള്ളൂ. അവൻ കാര്യം സാധിച്ചു. ഞാനിങ്ങനെ ആണെന്നും പറഞ്ഞ് വെറുതെ നടക്കേയുള്ളൂ. അതെ, ഒന്നും ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ. സുമേഷിന്റെ അമ്മ എന്റെ അമ്മയെ പറ്റിച്ച സ്വർണം എപ്പ എന്റെ കയ്യിൽ കിട്ടുന്നോ അന്ന് സുമേഷിന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കും. അപ്പൊ ഈ ജന്മത്ത് അത് നടക്കില്ല. ദിവ്യൻ, നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഈ കേസിൽ നാണക്കേട് എനിക്ക് മാത്രമല്ല, നിനക്കും കൂടിയാ. അഖില ഗർഭിണിയാണെന്ന് പുറത്തറിയുന്നോടെ ആളുകൾ നിന്നെയും കളിയാക്കും. അവള് പ്രസവിച്ച് ആ കൊച്ചിനെയും കൊണ്ട് നമ്മുടെ മുന്നിലൂടെ നടക്കുന്ന കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് അവള് പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ? ഗർഭമുണ്ടായ പിന്നെ പ്രസവിക്കായിരിക്കൂ? അത് നമുക്ക് കാണാം. ഈ ലോകത്ത് ഗർഭിണിയായ എല്ലാവരും പ്രസവിച്ചിട്ടൊന്നും ഇല്ലല്ലോ. പ്രസവം വരെ ഇനി എത്ര നാൾ കിടക്കുന്നു? അതിനിടയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്. രാവിലെ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാ? അപ്പൊ അതൊന്നും ഇതുവരെ അറിഞ്ഞില്ലേ? ഞങ്ങളുടെ ഹോട്ടൽ ഇന്ന് ഓപ്പൺ ചെയ്യും. വിളക്ക് കൊളുത്തി ഗണപതിക്ക് നീതിച്ച് 11:30 ആദ്യ ഊണ് വിളമ്പും. ഹോട്ടല് തുറക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം? നീയേ ഇപ്പൊ ഈ വീട്ടിലൊരു അംഗമാ. പഞ്ചരത്നത്തിലെ ഹോട്ടല് തുറന്നാലും അടച്ചാലും നിനക്കെന്താ? എനിക്ക് അവകാശമുണ്ട്. ഞങ്ങൾ 5 പേരുടെയും സ്വത്താ പഞ്ചരത്നം. അങ്ങനെ മനക്കോട്ട കെട്ടിയിരുന്നോ? ആ ഭൂമി അമൃതയുടെ പേരില്, ഹോട്ടലിന്റെ ലൈസൻസും അവളുടെ പേരില്. അവളുടെ കല്യാണം കൂടി കഴിഞ്ഞല്ലേ അനിയത്തിമാര് ബന്ധവും പറഞ്ഞു ചെന്നാ ഓടിക്കോള്. വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കല്ലേ. ഞങ്ങൾ 5 പേരും 5 അല്ല 1. ഒറ്റ മനസ്സാ. ഇതൊക്കെ പറയാൻ കൊള്ളാം. അനുഭവത്തിൽ വരുമ്പോ പഠിച്ചോളൂ. ശരി, ഞാൻ പഠിച്ചോളാം.
എന്റെ കാര്യത്തില് ദിവ്യടുത്തയുടെ ഉപദേശം വേണ്ട. ആ, അല്ല പോണ്ടെന്ന് എന്റെ ഒരു അഭിപ്രായം. പഞ്ചരത്നത്തിലേക്ക് പോകുന്നത് ആന്റിക്ക് ഇഷ്ടപ്പെടൂല. എനിക്ക് ആകാശന്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതി. എന്റെ വീട്ടിലേക്ക് പോകുന്നതിന് എനിക്ക് മറ്റാരുടെ അനുവാദം ആവശ്യമില്ല. സഹദേവൻ അങ്കിളിനോടെങ്കിലും ചോദിക്കണ്ടേ? ചോദിക്കേണ്ട ആവശ്യമില്ല. മാമന് നമ്മുടെ മനസ്സറിയാം. എങ്കിലും ഞാൻ പറയും, പറഞ്ഞിട്ടേ പോവൂ. ആന്റി കണ്ടില്ലേ കെട്ടുകാഴ്ച? അണിഞ്ഞിരിക്കി പോവാക്കില്ല. എങ്ങോട്ട്? പഞ്ചരത്നത്തില് പഞ്ചനക്ഷത്ര ഹോട്ടൽ തുടങ്ങാൻ. ഇന്നാണ് അവര് ഹോട്ടൽ തുടങ്ങുന്നതല്ലേ? സഹദേവേട്ടൻ എന്നോട് സൂചിപ്പിച്ചിരുന്നു. ദേ ആന്റി, അവര് ഹോട്ടൽ തുടങ്ങട്ടെ, അതിന് ഇവളെന്തിനാ പോകുന്നേ? അവള് ചെല്ലാതെ പറ്റുമോ? പഞ്ചരത്നത്തിലെ ഒരു രത്നമല്ലേ അവള്? ഇത് രത്നമൊന്നുമല്ല, വെറും കാര്യക്കെട്ട. ഏതിലെങ്കിലും പോട്ടെ. അയ്യങ്ങനെ നിസ്സാരാക്കി വിടല്ലേ അവളെ. ഈ പോക്കത്ര നല്ലതിനല്ല, തടയണം. എന്തിന്? ഓ, ഇത് ആന്റിക്ക് ബുദ്ധിയില്ലെന്ന് പറയുന്നേ. ദേ പഞ്ചരത്നം വീണ്ടും പച്ച പിടിക്കും. ക്രമേണ അഖില ആകാശിനെയും അങ്ങോട്ടേക്ക് വലിക്കും. ജോലി ഇല്ലാതിരിക്കുന്ന അവൻ ഹോട്ടലിന്റെ ഭാഗമാകും. എന്നിട്ട് അവൻ ആഗ്രഹിക്കുന്നത് പോലെ ഹെൽത്ത് ക്ലബൊക്കെ ഉണ്ടാക്കാൻ സഹായിക്കും. ദേ അതുകൊണ്ട് എന്താ സംഭവിക്കാൻ അറിയാമോ? ആകാശ് അവളുടെ ഭാഗത്താവും അല്ലേ? സംശയം എന്താ? നിലവിൽ അഭിമന്യു വിവേകും അവരുടെ കൂടെ ഉണ്ട്. ആകാശം കൂടിയാവുമ്പോ ബലം വർദ്ധിക്കും. അപ്പോഴെന്താ സംഭവിക്കുക? നീ പറ. നമുക്ക് കിട്ടാനുള്ള 60 പവൻ പിന്നെ സ്വപ്നം കണ്ടാ മതി. പഞ്ചരത്ന സ്വന്തമാക്കാനുള്ള നമ്മുടെ മോഹവും വ്യാമോഹം ആവും. ഷോ, അത്രയ്ക്കൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഇപ്പൊ എന്ത് ചെയ്യാനാ? ആന്റി അവളെ പഞ്ചരത്നത്തിലേക്ക് പോവാൻ സമ്മതിക്കരുത്. ആ, ഞാൻ ചെന്ന് പറയട്ടെ പോണ്ടാന്ന്. പറയണം, പക്ഷെ അവൾ അനുസരിക്കാൻ വഴിയില്ല. ഇപ്പൊ കുറച്ച് അഹങ്കാരം അവൾക്ക് കൂടിയിട്ടുണ്ട്. ആരുടെ അനുവാദം ചോദിക്കാതെ തന്നിഷ്ടത്തോടെ പോകും വരുമെന്നൊക്കെ അവള് പറയുന്നേ. ആഹാ, ആന്റിക്കേ പുല്ല് വില പോലും കൽപ്പിച്ചിട്ടില്ല. ആ, എന്നാ പിന്നെ അതൊന്നും അറിയണമല്ലോ. വീടില്ല ഞാൻ അവളെ. അതെ, ഒരു കാരണവശാലും അവളെ പോവാൻ സമ്മതിക്കരുത്. തടയണം, അനുസരിപ്പിക്കാൻ വേണം കേട്ടോ. പോട്ട് വരട്ടെ. മതി. പഞ്ചരത്നത്തിൽ എന്താ ആരുടെയെങ്കിലും 16 അടിയന്തരം ഉണ്ടോ? പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഹോട്ടൽ തുറക്കുവാന്ന്. ആരോട് പറഞ്ഞു? എപ്പോ പറഞ്ഞു? ഞാൻ ആകാശേട്ടനോട് ഇന്നലെ പറഞ്ഞതാ. നീ എന്നോട് പറയണ്ടേ? ഇതേ എന്റെ വീടല്ലേ. എനിക്കിതെന്റെ ഭർത്താവിന്റെ വീടാ. ഓഹോ, ഇന്നലെയാ ആകാശം നിന്റെ ഭർത്താവായത്. ദേ, അവനെ വളർത്തിയതും വലുതാക്കിയതും ഒക്കെ ഞാനാ. എന്റെ മകനാ അവൻ. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അമ്മയുടെ അവകാശങ്ങളൊന്നും ഞാൻ തട്ടിയെടുത്തിട്ടുമില്ല. പക്ഷേ ഇതെന്റെ ആവശ്യം. ജന്മം മുതൽ വളർന്നതും വലുതായതും ഒക്കെ ഞാൻ പഞ്ചരത്നത്തിന്റെ തണല്ല. അതുകൊണ്ട് എനിക്ക് പോണം. എന്റെ അനുവാദം ഇല്ലാതെ നീ പോവോ? എന്നാ അനുവാദം ചോദിക്കാം. ഒന്ന് അനുവദിച്ചു തരൂ, ഞാനൊന്ന് പോയിട്ട് വരട്ടെ. വേണ്ടെന്ന് ഞാൻ പറഞ്ഞ? ദയവ് ചെയ്ത് അങ്ങനെ പറയരുത്. പറഞ്ഞ അനുസരണക്കേട് കാണിച്ചു എന്നുള്ള പേര് കൂടി എനിക്ക് വരും. പൂച്ചയെപ്പോലെ ഇരുന്ന പെണ്ണാണല്ലോ നീ. ഇപ്പൊ എന്താടി ഇത്ര ധിക്കാരം? ഇത് ധിക്കാരൊന്നുമല്ല. പഞ്ചരത്നത്തിലേക്ക് പോവേണ്ടത് എന്റെ ആവശ്യം. നീ പോകുന്നതേ എന്റെ അനുവാദത്തോടു കൂടി അല്ല. അമ്മ അനുവദിച്ചില്ലെങ്കിലും പൊക്കോളാൻ ആകാശേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവനങ്ങനെ പറയില്ല. എന്നെ ധിക്കരിച്ച് അവൻ ഒരു കാര്യവും ചെയ്യില്ല. ആകാശേട്ടൻ എന്ന മകനെ അമ്മയ്ക്ക് അറിയൂ. ആകാശേട്ടനിലെ ഭർത്താവിന്റെ വാക്കും നോക്കും അറിയാവുന്നത് എനിക്കല്ലേ. നീ എന്തായാലും ഇവിടുന്ന് പോകുന്നില്ല. ദേ, ഇവിടെ ഒരുപാട് പണികളുണ്ട്. ഒരു ജോലിയും ചെയ്യണ്ടെന്നാ ആകാശേട്ടൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിന്നെന്താ ഇവിടെ കെട്ടിലമ്മയായിട്ട് വാഴിക്കണോ? ദിവ്യടുത്തയോട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചതാ. അതുകൊണ്ട് വെറുതെ വഴക്കിന് വരണ്ട. എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക്. പറ്റില്ല.
പോകാൻ ഞാൻ സമ്മതിക്കില്ല. ദേ ഈ കൈ തട്ടിമാറ്റി പോയാ ഞാൻ തല്ലിയതാണെന്ന് പറയരുത്. എന്നെ തല്ലൂന്നല്ലേ ആ പറഞ്ഞതിനർത്ഥം? അതെ ആന്റി, അത് തന്നെ അർത്ഥം. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.